ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥിനികൾ സർവകലാശാല രജിസ്ട്രാർക്ക് പരാതി നൽകിയിരുന്നു. ഇതിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും യുജിസിക്കും വിദ്യാർത്ഥികൾ പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് യുജിസി സർവകലാശാലയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പരാതി ഗൌരവമേറിയതാണെന്നും ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടക്കുന്നുവെന്നും യുജിസിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ സർവകലാശാല അധികൃതർ അറിയിച്ചു. റാഗിംഗ് നടന്നതായി സംശയമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർവകലാശാലയുടെ ഭാഗത്തുനിന്നും നടപടി വൈകുന്നതിന് വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് പ്രതിഷേധമറിയിച്ചു. ആകാശമുട്ടെ പരാതി എന്ന് പേരിട്ട് പരിപാടിയിൽ ഹൈഡ്രജൻ ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തിവിട്ടു. കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥിനികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ മാനസികമായും ശാരീരികമായും ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോലും സ്വതന്ത്രമായി ഇടപെടാൻ കഴിയാത്ത രീതിയിൽ സ്വാതന്ത്ര്യം വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥ ഇവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഇല്ലാത്തതുപോലെ പാർക്ക്, ജിമ്മ്, ഇൻഡോർ എന്നിവ പുറത്തുനിന്നുള്ളവർക്ക് തുറന്നു കൊടുക്കുന്ന രീതിയും ഇവിടെയുണ്ട്. അതേസമയം വിദ്യാർത്ഥിനികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ കെ മുഹമ്മദ് ബഷീർ അറിയിച്ചു. അതിൻ്റെ ഒരു പ്രത്യേക സംവിധാനമുണ്ട്, ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഓൺ സെക്ഷൽ ഹരാസ്മെന്റ് അഗൈൻസ്റ്റ് വിമൻ. ആ കമ്മിറ്റിക്ക് പരാതി കൈമാറി എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുണ്ട്, ഈ ഡീൻ ഓഫ് സ്റ്റുഡൻസ് വെൽഫെയറിൻ്റെ കീഴിലെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി. ആ കമ്മിറ്റിയും അന്വേഷണം നടത്തുന്നുണ്ട്. അതിന് പുറമെ പോലീസിലേക്കും ഈ കംപ്ലയിന്റ് കൈമാറിയിട്ടുണ്ട്. ക്യാമ്പസിലെ ജിംനേഷ്യം, പാർക്ക്, സ്റ്റേഡിയം എന്നിവ പുറത്തുനിന്നുള്ളവർ ഉപയോഗിക്കാൻ അനുമതി നൽകി എന്നുള്ളതാണ് പ്രശ്നകാരണമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മീഡിയ 1 കോഴിക്കോട്.